ഹായ് ഓൾ. ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു കോൾഡ് പ്രോസസ് സോപ്പാണ്. ഓക്കെ, കോൾഡ് പ്രോസസ് സോപ്പ് നമ്മൾ കോഫി പൗഡർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഷിയ ബട്ടറും മാംഗോ ബട്ടറും ഒക്കെ യൂസ് ചെയ്തുള്ളതാണ്. കോൾഡ് പ്രോസസ് സോപ്പ് നമുക്കറിയാമല്ലോ, ഇതാണ് ഏറ്റവും നാച്ചുറൽ സോപ്പ്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സോപ്പാണ്. അപ്പോൾ ഇത് എപ്പോഴും നമ്മളുടെ സ്കിന്നിന് നല്ല ഗ്ലോയിങ്ങും ബ്രൈറ്റനിങ്ങും ഒക്കെ തരാൻ നല്ല സോപ്പാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഓയിൽസാണ് കൂടുതൽ ചേർക്കുന്നത്. ആകെ ചേർക്കുന്നത് ഒരു കെമിക്കലിനകത്ത് പറയുന്നത് നമ്മൾ കോസ്റ്റിക് സോഡയാണ്. അത് മാത്രമേ ഉള്ളൂ നമ്മൾ ചേർക്കുന്നത്. അതൊരു ക്യൂറിങ് പീരീഡിൽ കോസ്റ്റിക് സോഡ ഇവാപ്പറേറ്റ് ചെയ്ത് പോയിട്ട് നമുക്ക് നോർമൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള സോപ്പ് കിട്ടും. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള സോപ്പിനകത്ത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് കെമിക്കൽസ് അല്ല, വേറെ കെമിക്കൽസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നാച്ചുറൽ ജ്യൂസസ് ഉപയോഗിക്കാം, പൗഡേഴ്സ് യൂസ് ചെയ്യാം, കൊക്കോ ബട്ടർ, മാംഗോ ബട്ടർ, അങ്ങനെയുള്ള പിന്നെ എല്ലാ ടൈപ്പ് ഓയിൽസും നമുക്ക് യൂസ് ചെയ്യാം. ഏത് ഓയിലും സോഫ്റ്റ് ഓയിൽ ചെയ്തും യൂസ് ചെയ്യാം. പക്ഷേ ഹാർഡ് ഓയിൽ യൂസ് ചെയ്യുമ്പം എപ്പോഴും നമ്മൾ കോക്കനട്ട് ഓയിലും നമ്മൾ പാം ഓയിലും യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ഇത് രണ്ടും ഹാർഡ് ഓയിലാണ്. അപ്പോൾ നമുക്ക് സോപ്പിന് കുറച്ച് കട്ടിയൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളെപ്പോഴും പാം ഓയിലും കോക്കനട്ട് ഓയിലും യൂസ് ചെയ്യണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസിനെയൊക്കെ പരിചയപ്പെടുത്താം. ഇനി ആദ്യം തന്നെ കോൾഡ് പ്രോസസ് സോപ്പിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ, കോസ്റ്റിക് സോഡ വേണം. അത് നമ്മൾ ഓൾറെഡി മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഇടാം, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണിക്കാം. എത്ര കോസ്റ്റിക് സോഡ എടുത്തേക്കുന്നത്, അതിനുള്ള വാട്ടറിൻ്റെ എമൗണ്ട് എല്ലാം നമ്മൾ പറയാം. അതുപോലെ തന്നെ നമുക്ക് അതിന് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ഹാൻഡ് ബ്ലെൻഡർ നമുക്ക് ആവശ്യമുണ്ട്. അതെന്തായാലും അത്യാവശ്യമാണ്. പിന്നെ കുറച്ച് ബൗൾസ്, ഇതുപോലത്തെ കുറച്ച് ബൗൾസ്, ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാനുള്ള ഒരു ബൗൾ വേണം. പിന്നെ നമുക്ക് വേണ്ടത് കണ്ടോ, ചെറിയ ഗ്രാംസ് പോലും നമുക്ക് ഗ്രാമൊക്കെ അളക്കാനായി നമുക്ക് ഇതുപോലെ ഒരു പോക്കറ്റ് ഒരു വെയിങ് മെഷീൻ വേണം. അതുപോലെ നമുക്ക് പിന്നെ ഇനി എന്താ വേണ്ടത്, നല്ലൊരു വലിയൊരു വെയിങ് മെഷീനും വേണം. പിന്നെ ഇതുപോലത്തെ ഒരു വെയിങ് മെഷീൻ വേണം. ഇതാണ് കുറച്ച് കൂടുതൽ എമൗണ്ടൊക്കെ നമുക്ക് എടുക്കണമെങ്കിൽ അതിനുള്ള വെയിങ് മെഷീൻ ഈ ടൈപ്പാണ്. ഇത് എടുക്കണം. ഇതെന്തായാലും നമുക്ക് വേണം. ഇനി നമുക്ക് നല്ല ബൗള് വേണം. ഇതെല്ലാം നമ്മളൊന്ന് ചൂടുവെള്ളത്തിൽ കഴുകി വെക്കുന്ന നല്ലൊരു ബൗൾ വേണം. ഇതിനു വേണ്ടി നമുക്ക് കോൾഡ് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് അതിനുള്ള മെഷറിംഗ് കപ്പൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ തുടക്കം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതൊക്കെ മേടിച്ച് വെക്കാം. ഞാനിപ്പോൾ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പം എനിക്കിപ്പോൾ നല്ല ബൗളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് അത് എന്തുപയോഗിച്ചാലും നമ്മൾ ഒന്നെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്വാളിറ്റിയുള്ള സ്റ്റീൽ, ഒരിക്കലും അലൂമിനിയമോ അങ്ങനെയുള്ളതിലൊന്നും ചെയ്യാൻ ശ്രമിക്കരുത്. നല്ല സ്റ്റീലിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇത് ഓരോന്ന് എന്താണെന്ന് പറയാം. ഇതാണ് ഷിയ ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്, 10 ഗ്രാമാണ്. ഇത് നമ്മുടെ മാംഗോ ബട്ടറാണ്, 10 ഗ്രാമാണ്. ഇത് ഒലീവ് ഓയിലാണ്, അതും 10 ഗ്രാമാണ്. ഇത് റൈസ് ബ്രാൻ ഓയിൽ 10 ഗ്രാമാണ്. ഇത് കോക്കനട്ട് ഓയിലാണ്. ഇത് നമ്മുടെ പാം ഓയിൽ. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കോഫി പൗഡർ. ഞാൻ ഉപയോഗിക്കുന്നത് ബ്രൂവിൻ്റെ കോഫി പൗഡറാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണമല്ലോ. അപ്പം ഇനി ഫസ്റ്റ് നമ്മൾ മിക്സിങ്ങിലോട്ടാണ് പോകുന്നത്. ഈ ഓയിൽസ് എല്ലാം നമുക്കൊരു ബൗളിലോട്ട് ഒഴിക്കാം. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന 100 ഗ്രാമിൻ്റെ ഒരു സോപ്പാണ്, മനസ്സിലാവും. 100 ഗ്രാം, നിങ്ങൾക്ക് വേണമെങ്കിൽ 50 ഗ്രാമിൻ്റെ രണ്ടാക്കാം. ഞാൻ 100 ഗ്രാമിൻ്റെ സോപ്പാണ്. അപ്പോൾ 100 ഗ്രാമിൻ്റെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എല്ലാ ഓയിൽസും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനടുത്തോട്ട് 2 ബട്ടേഴ്സും കൂടെ ആഡ് ചെയ്യും. ബട്ടേഴ്സ് ഓയിലിൻ്റെ കൂടെ അല്ല, കുറച്ച് മിക്സ് ആകാൻ പാടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കൊക്കോ ബട്ടർ, നമ്മൾ മാംഗോ ബട്ടറാണ് ഇട്ടത്, കൊക്കോ ബട്ടർ അല്ല മാംഗോ ബട്ടർ ഇട്ടു. ഇനി നമുക്ക് ഷിയ ബട്ടർ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക. ഇത് കൊക്കോ ബട്ടറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ കുറച്ച് ടൈം എടുക്കും മെൽട്ടാകും. പക്ഷേ ഈ ബട്ടേഴ്സ് പെട്ടെന്ന് നമുക്ക് മെൽട്ടാവും. അപ്പോൾ കണ്ടില്ലേ, നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് ഇനി നമുക്കിതൊന്ന് സ്പാച്ചില വെച്ചൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് വേണം ബ്ലെൻഡർ യൂസ് ചെയ്യാൻ. എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്കിതെല്ലാം ചെയ്യാൻ ഇഷ്ടമുള്ളവർ, നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്കൊക്കെ ഇത് ചെയ്ത് നോക്കി കണ്ട് ഇതുപോലെ തന്നെ ചെയ്ത് പഠിക്കാം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾക്കും സെയിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് തന്നെ നാച്ചുറലായിട്ടുള്ള സോപ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യാനും നമുക്കിത് വെച്ച് നടക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എന്നാലും നമുക്ക് ഇനി അങ്ങോട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പല വെറൈറ്റീസ് ഓഫ് കോൾഡ് പ്രസ് സോപ്പും, പിന്നെ നമ്മൾ അതുപോലെ മെൽറ്റ് ആൻഡ് പ്യുവറും ലിപ് ബാമും, അതിൽ ഒരുപാടുണ്ട്. മുടി വളർച്ചയ്ക്കുള്ളതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം. ഇപ്പം നമ്മളത് ഏകദേശം ബ്ലെൻഡ് ചെയ്തു. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ലൈവ് സൊല്യൂഷൻ ഇതിനകത്തോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കണം.
നന്നായിട്ട് അരിച്ചൊഴിക്കണം. കാരണം അതിന് എന്തെങ്കിലും ട്രേസ് ഉണ്ടെങ്കിൽ അത് പോകാനാണ്. നമ്മൾ അരിച്ച് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നമുക്ക് നിങ്ങളെടുക്കുമ്പോൾ ഇത്തിരി കുഴിയുള്ളൊരു പാത്രം എടുക്കണം കേട്ടോ. ഇതെടുക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ ബ്ലെൻഡ് ചെയ്യുമ്പോൾ തെറിക്കുന്നുണ്ട്. നിങ്ങൾക്കത് വരാതിരിക്കാൻ കാരണം ഞാൻ കുറച്ച് എമൗണ്ട് അല്ലേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ ബൗൾ എടുത്തത്. നിങ്ങൾക്കിങ്ങനെ ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ആകണം. കാരണം നമുക്കിത് ബ്ലെൻഡ് ആയില്ലെങ്കിൽ നമ്മൾ ഈ സോപ്പ് നമുക്ക് പെതുക്കെ ബ്ലെൻഡ് ചെയ്താൽ മതി. ഒന്നും കൂടെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആ 0.5 നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോഫി പൗഡർ ഇതിനകത്തോട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം നന്നായിട്ട്. കാരണം ഇത് ആ മിക്സുമായിട്ട് നന്നായിട്ട് ജോയിൻ ആകണം. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ ബ്ലെൻഡറിട്ട് ഒത്തിരി നേരം ഒന്നും ചെയ്യേണ്ട, ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്യണേ. ഓക്കെ, ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. കണ്ടോ, ഒരു ദോശമാവിൻ്റെയും ഇഡലിയുടെയൊക്കെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമ്മളിതിനെ എടുക്കേണ്ടത്. മിക്സ് ചെയ്തു നന്നായിട്ട്. അപ്പോൾ ഈ തരികളൊക്കെ എങ്ങനെ ഇരിക്കുന്നാലും നല്ലതാണ് നമ്മൾ കാണാനായിട്ട്. ഞാൻ നിങ്ങൾക്ക് 2 ഐഡിയ, ഞാൻ കുറച്ച് എമൗണ്ട് ചെയ്യുന്നുള്ളത് കൊണ്ട് നമുക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ കട്ടിയായി തുടങ്ങുന്നുണ്ട്. നമുക്കെന്താ സ്മെല്ലും കൂടെ 0.3 ആഡ് ചെയ്യാം. നമുക്കൊരു 0.3 എസെൻഷ്യൽ ഓയിലോ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ സോപ്പിന് ഒരു നല്ല സ്മെല്ലും കൂടെ കിട്ടും. ഇപ്പോൾ തന്നെ ബാറ്റർ കട്ടിയാവുന്നുണ്ട്. നമുക്ക് നേരെ മോൾഡിലോട്ട് ഒഴിക്കാം. നമ്മളുടെ മോൾഡ് ഇതാണ്. നമ്മളിതിനകത്തോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കും. ഇത് 100 ഗ്രാമിൻ്റെ മോൾഡാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോപ്പ് കാണാനും ഒരു ഭംഗിയുണ്ടാവും. ഇതാണ് നമ്മുടെ പരുവം, സോപ്പിൻ്റെ ആ ഒരു പരുവം എന്ന് പറയുന്നത്. ആ ഒരു കറക്റ്റ് മിക്സിങ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കിട്ടണം സോപ്പ്. അപ്പോൾ കംപ്ലീറ്റ് 100 ഗ്രാമിന് നമ്മൾ 100 ഗ്രാം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കംപ്ലീറ്റ്. നിങ്ങൾക്ക് മറ്റേ നമുക്ക് വേറൊരു കോൾഡ് പ്രോസസ്സിൻ്റെ മോൾഡുണ്ട്. ആ മോൾഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ ചെയ്യാം. ഇപ്പം നമ്മുടെ കയ്യിൽ എനിക്ക് ഒരെണ്ണേ ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ നമുക്ക് ഇത് 24 to 48 hours കഴിയുമ്പോഴാണ് നമ്മളിതിനെ എടുക്കുന്നത്, അൺമോൾഡ് ചെയ്യുന്നത്. എന്നിട്ട് വേണം നമ്മളതിനെ 35 to 40 days ക്യൂറിങ് പീരീഡ് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ സോപ്പ് യൂസ് ചെയ്തുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം പറയണം. അപ്പം നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങളതിൻ്റെ ഓർഡർ എടുക്കുമ്പോൾ പറയണം, കോൾഡ് പ്രോസസ്സിന് ഇത്രയും ടൈം എടുക്കും, ഇത്രയും ടൈം എടുത്തതിന് ശേഷം മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നേരത്തെ തന്നെ ഓർഡർ ചെയ്തതിന് ശേഷം 40 days കഴിഞ്ഞിട്ട് നമുക്കിത് കൊടുക്കാൻ പാടുള്ളൂ. ഇതിനെ എപ്പോഴും എയറിൽ ഓപ്പൺ ആക്കി തന്നെ വെക്കണം. പാക്ക് ചെയ്തിട്ടല്ല നമ്മളിതിനെ വെക്കുന്നത്, എയറിൽ ഓപ്പൺ ആക്കി തന്നെ നിങ്ങളെല്ലാവരും വെക്കാൻ ശ്രമിക്കണം. അപ്പം ഞാൻ ഓരോന്നിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോയിൽ ആദ്യം ഇട്ടിട്ടുണ്ട്. ഷിയ ബട്ടറിൻ്റെയും കൊക്കോ ബട്ടർ, മാംഗോ ബട്ടറിൻ്റെയും ഒലീവ് ഓയിലിൻ്റെ എല്ലാ ബെനിഫിറ്റ്സ് ഞാൻ വീഡിയോയുടെ ആദ്യം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ സോപ്പും ചെയ്യേണ്ടത്. അപ്പോൾ ഈ സോപ്പെന്ന് പറയുന്നത് ഇത്തിരി കോസ്റ്റ്ലിയാണ്. നമ്മുടെ മെൽറ്റ് ആൻഡ് പ്യൂർ ചെയ്യുന്ന പോലത്തെ അല്ല, ഇതിന് ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള സോപ്പാണ്. അത് കസ്റ്റമേഴ്സിനോട് പറയണം. കാരണം ഇത് പ്യുവർ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അത് പറഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളത് ചെയ്യാം. അപ്പോൾ നമ്മൾ മുകളിൽ ഏകദേശം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഇതിപ്പോൾ ഇതിനകത്ത് ഷേപ്പൊന്നും വരുത്തണ്ട. ഓക്കെ, ഞാൻ ഉള്ളത് ഫുൾ അതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് 48 hours കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺമോൾഡ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ആർക്കെങ്കിലും ഈ സോപ്പ് കോൾഡ് പ്രോസസ് നാച്ചുറൽ സോപ്പ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മളത് സെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 24 hours കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ അൺമോൾഡ് ചെയ്യുക. കണ്ടില്ലേ നമുക്ക്. അപ്പോൾ ഇന്നലെ കംപ്ലീറ്റ് ആയാലും കുറച്ച് കൂടുതലും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. അത് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞുമ്പോൾ നമുക്ക് വേണ്ട ആ ഒരു സോപ്പ് കോഫിയുടെ കോഫി സോപ്പാണ്. അപ്പോൾ നമുക്ക് കാണാൻ നല്ല രസമില്ലേ, ഇതിനകത്തതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ കോഫി കാണാം നമുക്കതിൽ. പൗഡർ അത് ഞാനൊന്ന് മെഷർ ചെയ്ത് കാണിച്ചു തരാം.
നമുക്ക് നമ്മൾ ഇന്നലെ മെഷർ ചെയ്ത ഓയിലിൽ ഒക്കെ വെച്ചിട്ട് എത്ര കിട്ടി കണ്ടോ? 100 ഗ്രാമിൻ്റെ സോപ്പ് ഉണ്ടാക്കിയാൽ നമുക്ക് 116 ഗ്രാം കിട്ടി. അപ്പം നമ്മുടെ മോൾഡ് ഈ ഒരെണ്ണേ ഉള്ളതുകൊണ്ടോ കുറച്ചായിട്ട് മാറ്റി ഞാൻ വെക്കണ്ടെന്ന് കരുതിയുണ്ട്. നമുക്ക് എന്തായാലും കസ്റ്റമർക്ക് നഷ്ടമൊന്നും വരത്തില്ല ഈ സോപ്പ്. ഇത് ഇത്തിരി കോസ്റ്റ്ലി സോപ്പാണ്, കാരണം നമ്മളിതിനകത്ത് ഓയിൽസും ബട്ടേഴ്സും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് 35 to 40 ഡേയ്സ് ക്യൂറിങ് പീരീഡ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഈ കോസ്റ്റിക് സോഡ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അതിനുശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ നാച്ചുറൽ സോപ്പ് വേണമെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ താങ്ക് യു.